നമസ്കാരം, ഞാൻ ആറ്റുകാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലവർഷഫലം, അതായത് 1200 ആണ്ട് തുടങ്ങിയാണ് ഇതാ വീണ്ടും ആഗമനമായി കൊല്ലവർഷം. അപ്പോൾ ഈ വരുന്ന 1199 വർഷം മിഥുനമാസം 32 വെള്ളിയാഴ്ച, അന്ന് വൈകുന്നേരം 7:34 ചിങ്ങരവി സംക്രമം. അന്നേ ദിവസം ചന്ദ്രൻ്റെ സ്ഥിതി ധനുക്കൂറിൽ പൂരാടൻ 2-ാം ഭാഗത്തിലാണ്. അപ്പം ഈ ധനുക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ധനുക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത്. അന്ന് ചന്ദ്രൻ അവിടെ നിൽക്കുകയാണ്, ചിങ്ങരവി സംക്രമം. എന്തുകൊണ്ടും പ്രത്യേകതയുള്ള വർഷമാണിത്. അപ്പോൾ എങ്ങനെ പ്രത്യേകത പറയാം? ഈ 1200 വർഷം 5 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ്. അതിപ്പോൾ ഇംഗ്ലീഷ് വർഷം പറയുകയാണെങ്കിൽ നമുക്ക് 2024 ആഗസ്റ്റ് 16 മുതൽ 2025 ആഗസ്റ്റ് 17 വരെ പുതുവർഷമാണ്, അതായത് 1200 വർഷം. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഡേറ്റ് മാസവും നോക്കുകയാണെങ്കിൽ 5 ഗ്രഹമാറ്റം സംഭവിക്കുന്നത് മാർച്ച് 29 ശനി രാശി മാറ്റം സംഭവിക്കുകയാണ്. അതായത് കുംഭത്തിൽ നിന്നും മീനത്തിലാണ് ശനിയുടെ സഞ്ചാരം. വ്യാഴമാറ്റം 2025 മെയ് മാസം 14 ഇടവത്തിൽ നിന്നും മിഥുനത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. രാഹുകേതുക്കളാകട്ടെ ആ മെയ് മാസം 18 തന്നെ മീനത്തിൽ നിന്ന് കുംഭത്തിലോട്ടും രാഹു, കന്നിയിൽ നിന്ന് ചിങ്ങത്തിലോട്ട് കേതു സഞ്ചരിക്കുകയാണ്. ഇതിലൊരു പ്രത്യേകത, കുജൻ അസ്തം കാടയാണ്, അത് ചൊവ്വയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ 42-44 ദിവസമാണ് സഞ്ചാരം. ഇതിലുള്ള പ്രത്യേകത 90 ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കണം, അസ്തംഗം എന്ന് പറയും, അതായത് കർക്കിടകത്തിൽ. അപ്പോൾ ധനുക്കൂറുകാർക്ക് 8-ലാണ് സഞ്ചാരം. അതാകട്ടെ 2024 ഒക്ടോബർ 20 മുതൽ 2025 ജാനുവരി 21 വരെ 90 ദിവസമാണ് കാലയളവ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, വ്യാഴമാറ്റം നമുക്ക് അനുകൂലമാണ്. അത് 3/4 വർഷം കഴിയണം. ഒരു 7-8 മാസം, ചിങ്ങം തുടങ്ങി 7-8 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വ്യാഴമാറ്റം അനുകൂലമാണ്. ഇപ്പോൾ അത്ര നന്നല്ല, 6-ലാണ് സഞ്ചാരം. ശനിയാകട്ടെ മാർച്ച് 29 ശേഷം കണ്ടക ശനിയാവുകയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, വ്യാഴം 7-ൽ വന്നാലും കണ്ടകം തുടങ്ങും. രാഹു നമുക്ക് സപ്പോർട്ടീവാണ്, 3-ലാണ്. കേതു 9-ലുമാണ്. കുജൻ 8-ലാകിയാൽ കുജന് നമ്മൾ പരിഹാരം ചെയ്യണം. അതായത് ഇപ്പോഴല്ല, ഒക്ടോബർ 20 മുതൽ ജാനുവരി 21 വരെ കുജൻ്റെ സഞ്ചാരം അത്ര നന്നല്ല, 8-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്തെന്ന് നോക്കാം. ധനുക്കൂറിലെ ഏല നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഇവർക്ക് 8-ലെ കുജൻ്റെ സഞ്ചാരത്തിന് യുഗ്മരാശിയാകിയാൽ ശ്രീ ഭദ്രകാളി ദേവിക്ക് കടുംപായസ വഴിപാട് നടത്തുന്ന ദോഷകാഠിന്യം കുറയ്ക്കും. നിലവിൽ മെയ് 14 വരെ ഗുരുവിൻ്റെ സഞ്ചാരം 6-ലാകിയാൽ ഇപ്പോൾ കുട്ടികളിലൊക്കെ അസിഡിറ്റി പോലെ പ്രശ്നങ്ങൾ വരാം, പ്രായമായവരിലും വരാം, ദഹനക്കേട്. അതിലേക്കുള്ള പരിഹാരം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടിക്ക് പാലഭിഷേകം നടത്തുന്നത്, അർച്ചനയ്ക്ക് കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് അത്ര നന്നല്ല. ധനാഗമം കുറയും, ലാഭവിഹിതം കുറയും. ഇപ്പോൾ എന്തുകൊണ്ടും നമുക്കിതിപ്പോൾ നോക്കുകയാണെങ്കിൽ 3/4 പങ്കും ദോഷവശമാണ് കാണുന്നത്. ഗുണമെന്ന് പറയുന്നത് ഒരു 1/4 ഭാഗമേ കാണുന്നുള്ളൂ ഈ 1200 വർഷം. അപ്പോൾ പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അലസതയാണ് കാണുന്നത് ഈ കാലയളവ്. എന്തായാലും 2025 മാർച്ചിന് ശേഷം നല്ലൊരു മാറ്റം കിട്ടുള്ളൂ. ശുഭമസ്തു.